സ്വർണ്ണപ്പാളിയുടെ തൂക്കം കുറഞ്ഞതിൽ വിശദീകരണവുമായി അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകൻ രംഗത്തെത്തി. 2019 സ്വർണ്ണപ്പാളി ഏറ്റുവാങ്ങിയത് ദേവസ്വം ഉദ്യോഗസ്ഥരെന്നും അഭിഭാഷകൻ KB പ്രദീപ് പറഞ്ഞു. ശബരിമലയുടെ കാര്യത്തിൽ 2019 നമ്മുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിൾ, നമ്മളെന്ന് പറയുമ്പോൾ എൻ്റെ ക്ലയൻ്റാണ് എൻ്റെ കമ്പനി, അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. അതിനകത്തൊന്നും ഗോൾഡ് പ്ലേറ്റഡ് ആയിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ഇളക്കിയത് ഗോൾഡ് പ്ലേറ്റഡ് ആണെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ക്ലയൻറ്റിനോ കമൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നത് പ്യുവർ കോപ്പറിലുണ്ടാക്കിയ സാധനമാണ്. ഒന്നും തന്നെ പ്ലേറ്റ് ചെയ്യാത്ത ഒരു സാധനമാണ് കൊണ്ടുവന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, എന്താണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ വിശദീകരണം? വിഷ്ണു, ഉമേഷ്, രണ്ട് കാര്യങ്ങളിലാണ് സ്മാർട്ട് ക്രിയേഷൻസ് ഇപ്പോൾ വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി അവരെ ഈ ഗോൾഡ് പ്ലേറ്റിങ്ങിന് വേണ്ടി ഏൽപ്പിച്ച ഈ ദ്വാരപാലക പാളി അത് പൂർണ്ണമായും ചെമ്പിൽ തീർത്തതാണ്. അതിലൊരു അംശത്തിന്റെ പോലും സ്വർണ്ണമില്ലായിരുന്നു എന്നവർ വ്യക്തമാക്കുന്നു. സ്വർണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് പ്ലേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് അവരുടെ കമ്പനി മാനുവൽ പറയുന്നത്. അതായത് മറ്റെവിടെയെങ്കിലും സ്വർണ്ണം പൂശിയ വസ്തുക്കൾ അവരുടെ കമ്പനിയിൽ എത്തിച്ച് സ്വർണ്ണം പൂശുന്ന പതിവില്ല, അതില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും ചെമ്പിൽ തീർത്തതാണ്. മറ്റൊന്ന്, ഇതിന്റെ തൂക്കവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യമാണ്. 42 കിലോ ആയിരുന്നു ഈ ശബരിമല നിന്ന് ദ്വാരപാലക പാളി ഇളക്കമുണ്ടായിരുന്ന തൂക്കം. അത് പിന്നീട് എങ്ങനെ 38 കിലോ ആയി എന്ന് ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു. 1.5 മാസം 39 ദിവസം അത് ഈ പോറ്റിയുടെ വീട്ടിലിരുന്നു. അതുകൊണ്ടാണോ ഇത് കുറഞ്ഞതെന്ന് ഹൈക്കോടതി ചോദിച്ചു. അതിലിപ്പോൾ ഒരു വിശദീകരണം സ്മാർട്ട് ക്രിയേഷൻസ് നടത്തിയിരിക്കുന്നു. ഈ ചെമ്പ് പാളി, അതിനകത്ത് ഈ മെഴുക്കിന്റെ അംശമുണ്ട്. അത് മാറ്റിയാണ് ഇത് സ്വർണ്ണം പൂശാൻ ഉപയോഗിക്കുന്നത്. അത് മാറ്റുമ്പോൾ സ്വാഭാവികമുണ്ടായിരുന്ന വെയിറ്റ് കുറയും. അതാണ് 38 കിലോയിലേക്ക് എത്തിയതെന്ന് പറയുന്നു. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ സ്വർണ്ണപ്പാളിയുടെ പ്ലേറ്റിംഗ് പൂർത്തിയായ ശേഷം ഇത് ഏറ്റുവാങ്ങിയത് ദേവസ്വം ബോർഡിന്റെ ജീവനക്കാരാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ 2019 ദേവസ്വം ബോർഡ് ജീവനക്കാർ ഏറ്റുവാങ്ങിയ ഈ സ്വർണ്ണപ്പാളി ജയറാമിന്റെ വീട്ടിലടക്കം എത്തിയത് എങ്ങനെയാണ്? അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തൂക്കം കുറഞ്ഞതും അതോടൊപ്പം തന്നെ അവിടെ സ്വർണ്ണപ്പാളിയല്ല മറിച്ച് ചെമ്പുപാളിയാണ് എത്തിച്ചതെന്നുള്ള കാര്യവും ഈ കമ്പനി തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ അഫിഡവിറ്റായി നൽകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉന്മേഷം, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.